അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ പാദവാർഷിക പരീക്ഷയ്ക്ക് തദ്രീബു തിലാവയിൽ നിന്നും വഹ്ദത്തുൽ ഊല മുതൽ വഹ്ദത്തുർ റാബിയ വരെയാണ് പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നത്. ഇനി നമുക്ക് വരാൻ ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത് അൽ വഹ്ദത്തുൽ ഖാമിസ് 5-ാമത്തെ യൂണിറ്റ് മുതലാണ്. 5-ാമത്തെ യൂണിറ്റിൽ അഹ്കാമു റാഹിൽ മുതഹരിക്കത്തി, ഹർക്കത്തിട്ട റാ വരുമ്പോൾ അതിൻ്റെ നിയമങ്ങൾ എങ്ങനെയാണെന്നുള്ളതാണ് ഈ പാഠത്തിൽ പറയുന്നത്. അറബി ഭാഷയിൽ 2 രൂപത്തിലാണ് റാ ഉച്ചരിക്കാറുള്ളത്. ഒന്ന് തഫ്ഖീമായിട്ട്, മറ്റൊന്ന് തർക്കീക്കായിട്ട്. തഫ്ഖീമായിട്ട് ഉച്ചരിക്കുമ്പോൾ റാഇന് ഫത്തുഹോ ലൊമ്മോ ആണെങ്കിൽ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതാണ് തഫ്ഖീം. അതായത് റബ്ബിൽ ആലമീൻ, റസൂല്, റ അങ്ങനെ പറയുമ്പോൾ നമ്മളെ വായ നിറഞ്ഞ ഒരു ശബ്ദമാണ് വരിക. അർറഹ്മാനി, അർറഹ്മാനി, റഹീം എന്നൊക്കെ പറയുമ്പോൾ വായ നിറഞ്ഞൊരു ശബ്ദമാണ് വരിക. എന്നാൽ തെർക്കീക്ക് ആകുമ്പോൾ റാഇന് കെസറായിട്ടാണെങ്കിൽ, ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ റജുല് എന്ന് നമ്മൾ പുരുഷന് പറയും, അത് തഫ്ഖീമാണ്. അത് തന്നെ കെസറായിട്ട് വന്നാലോ റിജില് എന്നാണ് വായിക്കുക. ശരിക്ക് റിജില് എന്നാണ് വായിക്കേണ്ടത് അല്ലേ? പക്ഷേ അത് അങ്ങനെ വായിക്കൂല. അറബിയിൽ അങ്ങനെ വായിക്കുക, തെർക്കീക്കായിട്ടാണ് വായിക്കുക. റിജില് എന്നാണ് വായിക്കുക. ഇതാണ് തെർക്കീക്ക് എന്ന് പറയുന്നത്. റാഇന് കെസറാണെങ്കിൽ നേരിയ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തെർക്കീക്ക് എന്ന് പറയും. എന്നാൽ മലയാളത്തിലുള്ള രാ എന്ന രൂപത്തിൽ മരം അങ്ങനത്തെ ആ രാ ആവാനും പാടില്ല. ഒരു നേരിയ രൂപത്തിൽ പറ്റും. റിജിലുൻ, റിജിലുൻ, റിസാലത്തുൻ. ഇതാണ് ഈ പാഠത്തിൽ കാര്യമായിട്ട് പറയും. ഇനി ഇതിൻ്റെ സംബന്ധിയായിട്ടുള്ള ചോദ്യങ്ങൾ നമുക്ക് നോക്കാം. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കും. ഇതൊരു മോഡൽ ക്വസ്റ്റ്യനാണ്. ആ പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള, 5-ാമത്തെ പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. ശരിയായി പാരായണം ചെയ്യാൻ മാർക്ക് നേടാം. ശരിയായിട്ട് പാരായണം ചെയ്താൽ നമുക്ക് നല്ല മാർക്ക് നേടാം. നോക്കുക. ഫഅരിള് അൻഹും മുൻതളിറൂൻ. അതിൽ നിറം കൊടുത്ത ഭാഗങ്ങൾ മാത്രമാണ് വായിക്കുക. ആസാരി, റഹ്മത്തി, ഫഅരിള്. ഇവിടെ ശ്രദ്ധിച്ചില്ലേ? ഫഅരിള് എന്നുള്ളിടത്ത് ശ്രദ്ധിച്ചില്ലേ? റാഇന് കസ്റായപ്പോൾ രാ എന്നുള്ളതിൻ്റെ ഒരു നേരിയ ഉച്ചാരണത്തിലാണ് വന്നത്. അതിനാണ് എന്ത് പറയുക? തർക്കീക്ക് എന്ന് പറയാം. മുൻതളിറൂൻ എന്നുള്ളിടത്ത് സാധാരണ റാ ഉച്ചരിക്കുന്നത് പോലെ തന്നെ ഉച്ചരിച്ച് അതിന് തഫ്ഖീം എന്ന് പറയും. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ തഫ്ഖീം റാ റോ എന്നുള്ളതൊക്കെ തഫ്ഖീമായിട്ടാണ് വരിക. രി എന്ന് വന്നാൽ, കസ്റായിട്ട് വന്നാൽ തർക്കീക്കും. ഇത്ര ഈ പാഠത്തിൽ മനസ്സിലാക്കാനുള്ളൂ. ഇങ്ങനെ ശരി അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നാൽ ഗുലിബത്തിർ റൂം, ഇതിലേതാ വരിക? ഇത് തഫ്ഖീമാണ് വരിക. അപ്പോൾ തഫ്ഖീം എന്നുള്ളതിന് ടിക്കറ്റ് കൊടുക്കുക. തഫ്ഖീമിന് ടിക്കറ്റ് കൊടുക്കുക. യുബ്ലിസുൽ മുജ്രിമീൻ, ഇതിലോ മുജ്രിമീൻ എന്നാണ് വന്നത്. ഇത് തർക്കീഖാണ്. യഫ്റഹുൽ മുഅ്മിനീൻ, ഇതിലോ യഫ്റഹു എന്നുള്ളത് തഫ്ഖീമാണ്. ഫിൽ ബർരി വൽ ബഹരി, ഇത് രണ്ടും തർക്കീഖായിട്ടാണ് വന്നിട്ടുള്ളത്. ഇന്നഹും മുൻതളിറൂൻ, ഇതും തഫ്ഖീമാണ്. അതിവേഗത്തിൽ തന്നെ നമുക്ക് അടുത്ത പാഠം ഒന്ന് നോക്കാം. വഹ്ദത്തു സാദിസ, 6-ാമത്തെ ചാപ്റ്റർ. ഇതിൽ പറയുന്നത് അതുപോലെ തന്നെ തർക്കീക്കും തഫ്ഖീം തന്നെയാണ്. അഹ്കാമുൽ ലാമിൽ ലഫ്ദിൽ ജലാലത്തി, അള്ളാഹ് എന്ന് പറയുന്നിടത്തുള്ള ആ ലാമ് അത് 2 രൂപത്തിൽ നമ്മൾ ഉപയോഗിക്കും. ജലാലത്തിൻ്റെ ഇസ്മ എന്നൊക്കെ പറയുന്ന അള്ളാഹിൻ്റെ നാമങ്ങൾക്കാണ് പറയുക. അവിടെ വരുന്ന ആ ലാമ് 2 രൂപത്തിൽ, ചില സമയത്ത് അള്ളാഹ് എന്ന് നമ്മൾ ഉപയോഗിക്കും, ചില സമയത്ത് ബിസ്മില്ലാഹി, അല്ലാഹി എന്നായിട്ട് ഉപയോഗിക്കും, സബ്ബഹ ലില്ലാഹി. ഇങ്ങനെയൊക്കെ 2 രൂപത്തിൽ ആ ജലാലത്തിൻ്റെ ലാമിനെ നമ്മൾ ഉച്ചരിക്കാറുണ്ട്. അതിനെക്കുറിച്ച് പെട്ടെന്ന് മനസ്സിലാക്കുക. ലാമിന് മുമ്പുള്ള അക്ഷരത്തിന് ഫത്തുഹോ ലൊമ്മോ ആണെങ്കിൽ ലാമിനെ വായ നിറഞ്ഞ ശബ്ദത്തിൽ ഉച്ചരിക്കണം. ഇതിന് തഫ്ഖീം എന്ന് പറയും. ലാമിൻ്റെ മുമ്പുള്ള അക്ഷരത്തിൽ കെസറാണെങ്കിൽ ലാമ് പോലെ ഉച്ചരിക്കണം. അതായത് ലാമ് പോലെ തന്നെ ഉച്ചരിക്കണം. അള്ളാഹ് എന്ന് പറയുന്നിടത്ത് ലാമ് പോലെ അല്ല ഉച്ചരിക്കുന്നത്, തഫ്ഖീമായിട്ടാണ് ഉച്ചരിക്കുക. പക്ഷേ ഇവിടെ തർക്കീക്കാക്കുമ്പോൾ എങ്ങനെ? ലാമായിട്ട് തന്നെ ഉച്ചരിക്കണം. ബില്ലാഹി, സബ്ബഹ ലില്ലാഹി എന്നൊക്കെ പറയുന്നത് പോലെ ഇതിന് തർക്കീക്ക് എന്ന് പറയും. ഇനി അത് സംബന്ധമായിട്ടുള്ള ചില ആയത്തുകൾ നമുക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ നോക്കാം. ആ പാഠത്തിനെ ബേസ് ചെയ്തിട്ടുള്ളത്. ശരിയായിട്ട് പാരായണം ചെയ്യാം, മാർക്ക് നേടാം. നോക്കാം. യാ അയ്യുഹൻ നബിയു ഇത്തഖില്ലാഹ, കണ്ടില്ലേ? ഇവിടെ ഇത്തഖില്ലാഹ എന്നാണ് ഓതിയത്. എന്താ കാരണം? ഇത്തഖില്ലാഹ എന്ന് ഓതാൻ കാരണം അതിന് മുമ്പുള്ള അക്ഷരത്തിന് കസറായി. അപ്പോൾ ഇത്തഖില്ലാഹ, അപ്പോൾ അത് തർക്കീക്കാണ്. ഇനി അടുത്ത നോക്കുക. ഇന്നല്ലാഹ, ഇവിടെ ഇന്നല്ലാഹ
ഇവിടെ മുമ്പുള്ളതിന് ഫതഹ ആയത് കാരണത്താൽ അല്ലാഹ എന്നാണ് ഉച്ചരിച്ചത്, അതായത് തഫ്ഖീമായിട്ടാണ് ഉച്ചരിച്ചത്. കത് യഅലമുല്ലാഹു, കണ്ടോ, മുമ്പുള്ളതിന് ലൊമ്മായപ്പോൾ അള്ളാഹ് എന്നുള്ള ഉച്ചാരണമാണ് വന്നത്. അതിന് തഫ്ഖീം എന്ന് പറയും. സാധാരണ ലാമ് പോലെ തന്നെ ഉച്ചരിക്കുന്ന, ഇപ്പം മുകളിൽ നമ്മൾ ഉച്ചരിക്കുന്ന പോലെ ഉച്ചരിച്ചാൽ അതിനെന്ത് പറയും? തർക്കീഖ് എന്ന് പറയും. ഇനി ശരി അടയാളപ്പെടുത്താം. ഇത്തഖില്ലാഹ എന്നുള്ളതിൽ അത് തഫ്ഖീമാണോ തർക്കീഖാണോ? ഇത്തഖില്ലാഹ എന്ന് പറയുമ്പോൾ അത് തർക്കീഖാണ്. ഫീ കിതാബില്ലാ, അതും തർക്കീഖാണ്. അസ്തഗ്ഫിറുല്ലാഹ, അസ്തഗ്ഫിറുല്ലാഹ ഇത് തഫ്ഖീമാണ്. കാരണം അതിന് മുമ്പുള്ള അക്ഷരത്തിന് ലൊമ്മാണ് വന്നത്. അഅദ്ദല്ലാഹു ലഹും, അതിന് മുമ്പുള്ള അക്ഷരത്തിന് ഫതഹ ആയത് കാരണത്താൽ ഇതും തഫ്ഖീമാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് ഇനി നമുക്ക് അടുത്ത പാഠം നോക്കാം. അതുപോലെ തന്നെ അൽ വഹദത്തു സാബിഅ, 7ാമത്തെ ചാപ്റ്റർ, മദ്ദു അസ്ലി. അൽ മദ്ദുൽ അസ്ലി, സാധാരണ നമ്മൾ നീട്ടുന്ന നീട്ടലിനാണ് എന്ത് പറയുക? അസ്ലിയായ മദ് എന്ന് പറയാം. പാകത്തിന് നമ്മൾ നീട്ടുമല്ലോ, അതിനാണ് അസ്ലി എന്ന് പറയാം, മദ് അസ്ലി. അക്ഷരങ്ങളുടെ ഹർക്കത്തുകൾക്ക് സാധാരണ രീതിയിൽ നൽകപ്പെടുന്ന ദീർഘശബ്ദത്തിനാണ് മദ് അസ്ലി എന്ന് പറയുന്നത്. മലയാളത്തിൽ ഇപ്പോൾ ക എന്ന് എഴുതിയിട്ട് നീട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഇങ്ങനെ ദീർഘം കൊടുക്കും. അപ്പോൾ ക എന്ന് വായിക്കും. കാക്ക എന്നൊക്കെ എഴുതുമല്ലോ, കാക്ക എന്നൊക്കെ എഴുതുമല്ലോ. അതൊക്കെ വായിക്കുന്ന അതേ ഒരു നീട്ടലിനാണ് എന്ത് പറയുക? അസ്ലിയായ മദ് എന്ന് പറയാം. ബാബുൻ, ഇതിൽ കണ്ടില്ലേ ബാബുൻ. ഈ ബാബുൻ എന്ന് ഫത്ഹിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് അലിഫ് വന്നത്. അപ്പോൾ ആ അലിഫ് വരലോടുകൂടെ ബബുൻ എന്നുള്ളത് ബാബുൻ എന്ന് വായിച്ചു, ബാബുൻ. ഈ ഒരു നീട്ടലിനാണ് എന്ത് പറയുക? അസ്ലിയായ മദ് എന്ന് പറയുന്നത്. അലിഫ്, വാവ്, യാ എന്നിവയാണ് മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ. അലിഫ് വന്ന ഫത്ഹിനെ നീട്ടാൻ വേണ്ടിയിട്ടാണ് അലിഫ് വരുന്നത്. വാവ് വരുന്നതോ ലൊമ്മിനെ നീട്ടാൻ, യാ വരുന്നതോ കെസറിനെ നീട്ടാൻ. അത് സംബന്ധമായ ചില മോഡലുകൾ നമുക്ക് നോക്കാം. മദ്ദിനെ സൂചിപ്പിക്കുന്ന അക്ഷരങ്ങൾ ഏതൊക്കെയാണ്? അസ്ലിയായ മദ്ദിൻ്റെ അക്ഷരങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാം. ഇതിൽ അലിഫ്, അതുപോലെ തന്നെ യാ, വാവ്, ഇവയാണ് അസ്ലിയായ മദ്ദിൻ്റെ അക്ഷരം. ഉദാഹരണത്തിൽ നിന്നും ഹുറൂഫുൽ മദ് രണ്ടെണ്ണം എഴുതാം. ഈ ഉദാഹരണം നോക്കുകയാണെങ്കിൽ ജന്നത്താനി അയ്യമീനി വഷിമാൽ എന്നുള്ളതിൽ നിന്ന് മദ് എടുത്ത് എഴുതാനാണ്. നമുക്ക് നോക്കാം. ഒന്ന് ജന്നാത്തിൻ എന്ന് താ എന്ന് നീട്ടാൻ വന്ന അലിഫ്, അവിടെ അലിഫ് എഴുതാം. പിന്നെ അതുപോലെ തന്നെ യമീനിൻ എന്ന് നീട്ടാൻ വന്ന മീമിനെ നീട്ടാൻ, കെസറിന് നീട്ടാൻ വന്ന യാ, ഇങ്ങനെ രണ്ടെണ്ണമാണ് ആ ഉദാഹരണത്തിൽ ഒന്ന് കാണുന്നത്. പിന്നെ അതുപോലെ ശേഷം ഷിമാലിൻ എന്നുള്ളിടത്ത് അലിഫും ഉണ്ട്. താഴെ കൊടുത്ത ചോദ്യം കണ്ടോ? അക്ഷരങ്ങൾ എഴുതാം. അക്ഷരങ്ങൾ മദ്ദിൻ്റെ, ഉറൂഫുൽ മദ്ദിൻ്റെ അക്ഷരങ്ങൾ എഴുതാൻ ഏതൊക്കെയാണ്? അലിഫ്, വാവ്, യാ. ഇതാണ് തദ്രീബു തിലാവയിൽ നമുക്ക് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിക്കാനുള്ള ഭാഗങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നാം പറഞ്ഞതും കേട്ടതും ഒരു സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം. ഇനി തുടർന്നും ഇതുപോലെ നിങ്ങൾക്ക് ക്ലാസ്സുകളോ മറ്റ് ആവശ്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ നിർദ്ദേശിക്കാം.